അതാണ് ഈ പാടാൻ പോകുന്ന പാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോമൺ നമ്പർ കൊടുക്കുകയും അതിനകത്ത് മൊബൈലിലൂടെ SMS അയച്ചിട്ടുണ്ടാകുന്ന ഒരു ഇൻട്രാക്റ്റീവ് അത് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് അങ്ങനെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സംഗതി നമ്മൾ പല ഇവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷെ അത് നടക്കുകയാണെങ്കിലുള്ള ഗുണം ചിത്രയുടെ പാട്ടുകളുടെ ഈ 30 കൊല്ലത്തെ ഒരു ഹിസ്റ്ററി ലാൻഡ്മാർക്കുകൾ ഓർമ്മിപ്പിക്കാൻ പറ്റും. ഈ ഓഡിയൻസിനകത്ത് ഒരു ആദ്യം മുതൽ ഇന്ന് വരെ ചിത്രം അച്ചീവ് ചെയ്തിരിക്കുന്ന ലാൻഡ്മാർക്കുകളിലൂടെ സഞ്ചരിക്കാൻ പറ്റും. അത് ഞങ്ങൾ എൻ്റെ ഒരു ടെക്നിക്കൽ ഹിച്ച് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു ഇൻട്രാക്റ്റീവ് പ്രോഗ്രാം ആക്കാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ആദ്യകാലത്തൊക്കെ പാടുമ്പോൾ ഓർക്കസ്ട്രയുടെ കൂടെ നിന്ന് പാടുന്നൊരു രീതിയായിരുന്നു ആദ്യമൊക്കെ. ഒരു ഇടക്കാലമായപ്പോൾ പിന്നെ ഓർക്കസ്ട്ര വെച്ച് ട്രാക്ക് എടുത്തിട്ട് മിക്സ് ചെയ്യുക എന്നുള്ള രീതിയായി. പക്ഷേ 2 പാട്ടുകാർ ഒരുമിച്ച് ഉണ്ടാവുമായിരുന്നു പാടാൻ, ഇപ്പോൾ ഡിബേറ്റ് സോങ് ഒക്കെ ആണെങ്കിലും. പക്ഷേ ഇപ്പോഴ് കൂടെ പാടുന്നത് ആരാന്നും പലപ്പോഴും അറിയാറില്ല. അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും മിക്കവാറും. ഞാൻ എൻ്റെ പോർഷൻസ് പാടും, മെയിൽ സിംഗർ. പിന്നെ മിക്കവാറും അത് TV വിയിലൊക്കെ വരുമ്പോഴായിരിക്കും അത് ഇന്ന ആളാണ് പാടിയെന്ന് ഞാൻ അറിയുന്നത്. അങ്ങനെ ഒരു സ്റ്റേജാണ് ഇപ്പോൾ. ഇപ്പം സോങ്ങിൻ്റെ ലിറിക്കിൻ്റെ കോപ്പി കിട്ടുമ്പോഴത്തേക്ക് അത് മുഴുവനായിട്ട് നമ്മൾ വായിച്ച് നോക്കുമല്ലോ. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ എന്നുള്ളതൊക്കെ നമുക്കറിയാം. നമ്മളെക്കൊണ്ട് എപ്പോഴും രണ്ടാമത് പാടുന്ന ആളിനാണ് കൂടുതൽ ബെനിഫിറ്റ്. വെച്ചാൽ മറ്റേത് കേട്ടിട്ട് പാടാൻ പറ്റുക എന്നുള്ളതൊരു നമുക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്ത് പാടാൻ പറ്റും. അങ്ങനെയൊരു ഇതും കൂടെ ഉണ്ട്. പക്ഷേ ഇപ്പം എന്താ പറയുക, ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും കൂടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ മുഴുവൻ ഓർക്കസ്ട്രയുടെ കൂടെ ഇരുന്നുള്ള റിഹേഴ്സലും ആ ഒരു രീതിയായിരുന്നു ഇപ്പോഴും എനിക്കിഷ്ടം അത് തന്നെയാണ്. പക്ഷേ അങ്ങനെ ഇപ്പോൾ എന്താ പറയണ്ട, അങ്ങനെ അത്രയും ഓർക്കസ്ട്ര ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാനുള്ള സ്റ്റുഡിയോകളും ഇപ്പോൾ വലുതായിട്ടില്ല. എല്ലാം വലിയ സ്റ്റുഡിയോകളൊക്കെ ഇപ്പോൾ തിയേറ്റേഴ്സാക്കി. അങ്ങനെ അവർക്കൊന്നും റൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇപ്പോൾ എല്ലാം ചെറിയ ചെറിയ സ്റ്റുഡിയോകളിലായിട്ടാണ് എല്ലാം നടക്കുന്നത്. മിക്കവാറും മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ കീബോർഡ് പ്ലെയറിന് അവർക്കൊക്കെ സ്വന്തം സ്റ്റുഡിയോ ആണ്. അപ്പോൾ അവിടെ തന്നെ അത് ഫീഡ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയാണ് ഇപ്പോൾ കൂടുതൽ. അതിൻ്റെ ഏറ്റവും വലിയ വിഷമമുള്ള ഭാഗം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മ്യൂസീഷ്യൻസിന് ജോലിയില്ലാണ്ടായി. ഇപ്പോൾ ഒരു കീബോർഡ് പ്ലെയറിന് മാത്രം എല്ലാം അവർ സീക്വൻസ് ചെയ്തപ്പോൾ ഒരുപാട് സാമ്പിളേഴ്സ് അതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ അല്ലേ ഡൗൺലോഡ് ചെയ്തുമൊക്കെ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ സിത്താർ വായിക്കുന്ന ഒരാളുടെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിത്താർ പീസ് അവർക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അതെടുത്ത് വെച്ചാൽ മതി. ആ പാട്ടിൽ അവർക്ക് ആ കറക്റ്റായിട്ട് തോന്നുന്ന സ്ഥലത്ത് വെച്ചാൽ മതി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇത് അല്ല, ഒറിജിനലും ഉണ്ട്. ഏതെങ്കിലും ഒരു ഒറിജിനലായിട്ട് ഒരു പ്ലെയർ മേടിച്ചതായിരിക്കും, ആരെങ്കിലും ഒരാൾ വായിച്ചതായിരിക്കും. അത് വ്യത്യാസം എന്ന് വെച്ചാൽ ഈ സാമ്പിൾ ചെയ്യുന്നത് ഒരു മ്യൂസിക് പീസ് അല്ല, സൗണ്ടിങ് ആണ്. അതായത് ഏറ്റവും നല്ല ഇപ്പോൾ നാദസ്വരത്തിൻ്റെയോ ഏറ്റവും നല്ല അറിയാമല്ലോ, ഒരു സിത്താറിൻ്റെ ഒരു ടോൺ എടുത്തിട്ട് ആ ടോൺ കീബോർഡിൽ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ എക്സ്പ്രസ് ചെയ്യാണ്. അപ്പം ആക്ച്വലി ഇറ്റ്സ് ഒറിജിനൽ ഇൻ ദ സെൻസ് ഈ സൗണ്ടിങ്. ഇപ്പം സാധാരണ ഒരു കീബോർഡ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് സിത്താറിനൊരു ഇത് കാണും, പക്ഷേ അതിനൊരു ഒറിജിനൽ സൗണ്ടിങ് ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും നല്ല സൗണ്ടിങ് ഉള്ള ഒരാളുടെ സൗണ്ട് സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ then the keyboard player has to play. So അതിനകത്തൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. പക്ഷേ അതിനകത്തൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യാണ്. AR റഹ്മാൻ എൻ്റെ അപ്പൂപ്പന്മാരാണ് അമ്പലപ്പുഴ സഹോദരന്മാരെന്ന് പറയുന്ന നാദസ്വര വിദ്വാൻമാർ. ഇവരുടെ സൗണ്ടിങ് AR റഹ്മാൻ ഏതൊരു പടത്തിന് ഉപയോഗിച്ചെന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്ത് എൻ്റെ തറവാട്ടിൽ 12,000 രൂപയുടെ ഒരു ചെക്ക് വന്നു. You have to appreciate that. കാര്യം അത് അവരുടെ നാദസ്വരത്തിൻ്റെ ഒരു ശബ്ദത്തിൻ്റെ ടോൺ സാമ്പിൾ ചെയ്ത് he has sent some money. No, but I think most of the people have started doing it because of AR റഹ്മാൻ. AR റഹ്മാൻ എടുക്കുന്ന ഏത് സൗണ്ടിങ്ങിൻ്റെ സാമ്പിൾ എടുത്താലും he will pay back the money as a tribute to the major. അപ്പം അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ എത്ര പേര് ചെയ്യുന്നു എന്നതൊക്കെയുള്ള പിന്നത്തെ കാര്യം. പക്ഷേ ഈ ചിത്ര പറഞ്ഞ പോലെ ഈ ഒരാൾ ഒരു ഫെൻറ്റാസ്റ്റിക് ആയിട്ടുള്ളൊരു പെർഫോമർ റിയലായിട്ട് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീല് എന്തായാലും ഒരാൾ ഒരു റീപ്ലേസ്മെന്റ് കിട്ടത്തില്ല.
അല്ല, ഇത് റോയൽറ്റിയായിട്ട് അല്ലല്ല, കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരാൾ അങ്ങനെ ചെയ്ത് കൊണ്ടത് ഇൻഡസ്ട്രിയിൽ അത് മാറിയിട്ടുണ്ട്. ഒരു മിനിറ്റിന് മുകളിലാണെങ്കിലാണ് ഈ സൗണ്ട് ഉപയോഗിക്കുന്നതിനകത്ത് 1 മിനിറ്റ് അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. പക്ഷേ മജോറിറ്റി മ്യൂസിക് ഡയറക്ടേഴ്സ് ഇങ്ങനെ സാമ്പിൾ ചെയ്യുന്നവർ ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ ഇഷ്യൂ സോൾവ് ആവത്തില്ല. കാര്യം ഇപ്പോൾ ചിത്ര പറഞ്ഞതിൻ്റെ ഒരു മേജർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു മേജർ മ്യൂസിഷ്യൻ്റെ കൂടെ പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റാണ്. ഒരു ഒരു ലൈൻ പാടിക്കഴിയുമ്പോൾ അതിൻ്റെ ലിങ്ക് വായിക്കുന്ന ഒരു വീണ പ്ലെയറോ അല്ലെ ഒരു വയലിൻ സോളോ പ്ലെയറോ കൂടെ വായിക്കുമ്പോൾ അത് ചിത്രയുടെ പാട്ടിനെയും എൻഹാൻസ് ചെയ്യും. ദെൻ ഇറ്റ് ബിക്കംസ് ഒരു ഓൾമോസ്റ്റ് ഒരു കോമ്പറ്റീഷൻ പോലെ അവരുടെ എക്സ്പ്രഷൻസ്. മാത്രമല്ല അവരൊക്കെ എന്നെക്കാളും വളരെ വളരെ സീനിയർ ആയിട്ടുള്ള മ്യൂസീഷ്യൻസ് ആയിരുന്നു ഞാൻ ആദ്യം പാടുന്ന സമയത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാടുമ്പോൾ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും അവർ പറഞ്ഞും തരുമായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയേണ്ട ഒരു സ്റ്റഡി ക്ലാസ്സും കൂടെ അവിടെ നടക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഒരുപാട് വീണ വായിക്കുന്ന പാർത്ഥസാരഥി അദ്ദേഹമൊക്കെ പലപ്പോഴും എനിക്ക് അല്ലെങ്കിൽ എൻ്റെ സീനിയർ സിംഗേഴ്സ് പാടുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഇങ്ങനെയെന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് അവരൊക്കെ പറഞ്ഞു തരാറുണ്ട്. പിന്നെ റെക്കോർഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് അപ്രീസിയേഷൻ ചിലപ്പോൾ നന്നായി എന്ന് പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈൻ നന്നായില്ല ഇനി അടുത്ത പാടുമ്പോൾ അത് ശ്രദ്ധിക്കണേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നുമില്ല. നമ്മൾ പാടുക, മ്യൂസിക് ഡയറക്ടർ ഓക്കെ ചെയ്യുക, അങ്ങനെയാണ് ഇപ്പോൾ. ഗ്രോത്ത് ഇല്ല. CB Assistant Vice President and News Division Head Sri Rajesh Pillai വിനയപൂർവ്വം. ഏവർക്കും സാദര നമസ്കാരം. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഈ ACBയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു മെഗാ ഷോ അല്ലെങ്കിൽ ഒരു വലിയ പരിപാടിയാണ് നടക്കുന്നത്. അതിൻ്റെ സതുദ്ദേശത്തെക്കുറിച്ചും പറഞ്ഞു. അതുകൊണ്ട് ടെക്നോളജിയും റോയൽറ്റിയും ഒക്കെ ഒരല്പം മാറ്റിവെച്ച് ഈ ഒരു ഇവന്റിന് കൂടുതൽ വാർത്താ പ്രാധാന്യം കൊടുക്കണമെന്നുള്ള അഭ്യർത്ഥനയോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ശ്രീമതി KS ചിത്ര തീർച്ചയായിട്ടും ഈ പരിപാടിയുടെ ആത്മാവാണ്. ഇന്നത്തെ പത്രസമ്മേളനത്തിന് മാത്രമല്ല 15-ാം തീയതി നടക്കാൻ പോകുന്ന പരിപാടിയുടെയും. ശ്രീമതി KS ചിത്രയ്ക്ക് നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ഹാർദമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. ശ്രീ TK രാജീവ് കുമാർ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. പക്ഷേ അദ്ദേഹം ACBക്ക് വേണ്ടി ഇത്തരം ഒരു പരിപാടി സംവിധായകനാകാൻ സാധിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബഹുമതിയാണ്. അദ്ദേഹത്തിനും ACBയുടെയും ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹാർദമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. ശ്രീ അശോകിന്റെ റോളിനെ കുറിച്ചും ശ്രീ TK രാജീവ് കുമാർ വളരെ വിശദമായി പറഞ്ഞു. അദ്ദേഹത്തിനും നിങ്ങൾ എല്ലാവരുടെയും പേരിലും ACBയുടെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഔപചാരികതയുടെ പേരിൽ എൻ്റെ സഹപ്രവർത്തകനായ ശ്രീ വിവേകാനന്ദൻ നായർക്കും, അദ്ദേഹമാണ് ഈ പരിപാടിയുടെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത്, അദ്ദേഹത്തിനും ഞാൻ എല്ലാവരുടെയും പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇന്നിവിടെ എത്തിയിട്ടുള്ള ദൃശ്യ, പത്ര, ശ്രവ്യ മാധ്യമങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവരും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സമയത്ത് തന്നെ ഇവിടെ എത്തി ഈ പരിപാടിയിൽ പൂർണ്ണമായി പങ്കെടുത്തു. എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം ഫെബ്രുവരി 15 നടക്കുന്ന ഈ പരിപാടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും അതിന് പരമാവധി വാർത്താ പ്രാധാന്യം നൽകുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ.